വീണ്ടും നമ്മളെ അലർട്ടാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വയ്ക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തു തരും. ഇതിൽ വേസ്റ്റ് നിങ്ങൾ ഇടുക, ഇതാണ് ഇൻലെറ്റ്, ഇതിൽ വേസ്റ്റ് ഇടുക. ഇവിടെ സ്ലറി കാണാം, ഇവിടെ ഒരു എൽബോ വരും, ഇവിടെ സ്ലറി റിമൂവ് ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വാൾവിലൂടെ ഗ്യാസ് ഒരു 1.5 മണിക്കൂർ ബേസ് മോഡലിൽ കിട്ടും. അപ്പോൾ വേസ്റ്റ് നിർമ്മാർജ്ജനവും ഗ്യാസും അതാണ് നമ്മുടെ മെയിൻ പ്രക്രിയ. അപ്പോൾ ഗ്യാസിനിപ്പോൾ വില കൂടി നിൽക്കുന്ന സമയം ഗ്യാസ് കിട്ടാത്തൊരവസ്ഥ, വീട്ടിലെ വേസ്റ്റ് ആണെങ്കിൽ കളയാനും സ്ഥലമില്ല. അപ്പോൾ അതിനെല്ലാത്തിനും കൂടിയിട്ട് ഈ പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു വടിക്ക് 2 പക്ഷിയാണ്. വേസ്റ്റ് ഇടുന്നു, ഗ്യാസ് ഉണ്ടാക്കുന്നു, വീട്ടിലെ പാചകം നടത്തുന്നു, LPG സിലിണ്ടറിനോട് വിട പറയുന്നു. അതേപോലെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, സ്മെല്ല് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്മെല്ല് തീർച്ചയായിട്ടും വരില്ല. സ്മെല്ല് വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റികളും കൂടുതൽ വേസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഓവറായിട്ട് പോകാൻ പാടില്ലാത്ത സാധനങ്ങൾ പോവുക, കെമിക്കൽ, പ്ലാസ്റ്റിക്, പേപ്പർ ഐറ്റംസ് പോവുക. ഈ 3 ഐറ്റംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ 30 വർഷത്തേക്ക് നമുക്ക് മെയിൻ്റനൻസ് വരില്ല. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റൗ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ സാധാരണ LPG ചെയ്യുന്ന പോലെ തന്നെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ബർണേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുക എങ്ങനെയാണ് കത്തിക്കുന്നതെന്നും ബർണറിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ആ ലിങ്ക്, അത് തീർച്ചയായിട്ടും കാണണം. അത് കണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇൻസിനറേറ്റേഴ്സും നമ്മളിലുണ്ട്. പിന്നെ ഈ അടുത്തൊരു രൂക്ഷമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിർമ്മാർജ്ജനം, വേസ്റ്റ് നിർമ്മാർജ്ജനമാണ്. കാരണം വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. ഇപ്പം ഞങ്ങളിവിടെ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. സ്റ്റൗ ഉപയോഗിക്കാൻ പറ്റുന്നത് ക്യാൻറ്റീൻ ബർണറാണ്. നിങ്ങൾക്ക് വരുന്ന ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ച പോലത്തെ സ്റ്റൗ ആണ്. ഇത് ഞങ്ങൾ ചേർത്തല ഹൈവേയിലുള്ള ഓണം വെജ് റെസ്റ്റോറൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു മോഡലിന്റെ ഇതാണ്, ഫിക്സഡ് മോഡലാണ്. അതിന്റെ ക്യാൻറ്റീൻ ബർണറിന്റെ പവർ കണ്ടോ നിങ്ങൾ? 2 വർഷം മുമ്പ് ചെയ്തതാണ്. ഇവിടെ ഇതിൽ ഫുള്ള് കുക്കിംഗ്